ഹലോ നമ്മൾ എന്ത് ചെയ്യണേ അടുത്തൊരു ചെറിയൊരു വീഡിയോ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ വരാൻ പോകുന്ന ഓണം എക്സാമിന് നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യരുത് പഠിക്കാണ്ട് പോകണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് വരാൻ പോകുന്ന ബിസിനസ് സ്റ്റഡീസിലെ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫ്രം ഈ ചാപ്റ്റേഴ്സ് അല്ലേ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യണം നിങ്ങൾ എന്തായാലും സെറ്റായിട്ട് ഇരിക്കണം എന്നുള്ള രീതിയിൽ പോകണം കേട്ടോ. ഒരുപാട് വിശദീകരണമോ കാര്യങ്ങളോ ഒന്നും ഓണ പരീക്ഷയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഡയറക്റ്റ്ലി ഞാൻ എങ്ങോട്ട് പോവാണ് ഈ പറഞ്ഞ പോലെ മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സിലേക്ക് പോവാണ് കേട്ടോ. മസ്റ്റ് സ്റ്റഡിയിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ നിങ്ങൾ കോർഡിനേഷൻ എന്നുള്ള ഭാഗം എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. കോർഡിനേഷൻ എന്നുള്ള ടോപ്പിക് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. കോർഡിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അടുത്തതായിട്ട് പറയുന്നതാണ് നമ്മുടെ എന്ത് പറയുന്നത് ലെവൽസും എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത് എന്താണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ നേച്ചർ പറയുന്നുണ്ട്, അതേപോലെ ഒബ്ജക്റ്റീവ് പറയുന്നുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്, മീനിങ് പറയുന്നുണ്ട്, അതുപോലെ ലെവൽസും നേച്ചറും ഒക്കെ പറയുന്നുണ്ട് അല്ലേ. അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കോർഡിനേഷൻ്റെ ഭാഗം ലെവൽസിൻ്റെ ഭാഗം എന്ത് ചെയ്യുക ലെവൽസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് അവരുടെ ഫംഗ്ഷൻ എന്താണെന്നും അവർ ഓരോരുത്തരും ഫംഗ്ഷൻ എന്താണെന്നും ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്നും ഹു ആൻഡ് ഓൾ ആർ ദർ എന്നുള്ള ഈ രണ്ട് ടോപ്പിക്സും എന്ത് ചെയ്യണം കൃത്യമായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഒക്കെ അതാണ് കോർഡിനേഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് കോർഡിനേഷൻ്റെ ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് എന്തിട്ടുണ്ട് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട് മാനേജ്മെന്റ്. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ 5 ഫംഗ്ഷൻസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും അവരെന്തായാലും ചോദിക്കും എന്നുള്ളതാണ്. വിച്ച് ഓൾ ആർ ദി 5 ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളൊരു ചോദ്യം അല്ലേ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ് എന്ന് പറയുന്ന ഈ 5 എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ എക്സാമിന് തന്നെ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും പഠിക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഡയറക്ടിങ്, കൺട്രോളിങ്ങും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ് ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അത് 5 നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു വെക്കുക. ഈ ഓണ പരീക്ഷയ്ക്ക് നമുക്ക് ഫസ്റ്റ് 2 അറിയാം, ബാക്കി 3 മീനിങ് കൂടി എന്ത് ചെയ്യുക പഠിച്ചു വെച്ചേക്കുക. ഡീറ്റെയിൽഡ് അല്ല, സിമ്പിൾ ആയിട്ടേ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻസ് പഠിക്കുക, കോർഡിനേഷൻ, ലെവൽസ് എന്നുള്ള 3 മസ്റ്റ് ആയിട്ടും ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്യണം സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ പിന്നെ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഫയോളിനെ കുറിച്ചും അതേപോലെ തന്നെ FW ടൈലറിനെ കുറിച്ചും എന്ത് ചെയ്യുന്നു സെറ്റാക്കി വെക്കുന്നു. ഫയോള്, FW ടൈലർ. ഇതിൽ പിന്നെ നമുക്ക് എന്തില്ല സംശയവും കാര്യം ഒന്നുമില്ല. ഈ 2 കാര്യങ്ങളും വരാത്ത ഒരു ചോദ്യപേപ്പർ നിങ്ങൾ കടന്നു പോകും നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കും വേണ്ട. 110 അല്ലെങ്കിൽ 200% ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഈ 2 ആൾക്കാരെ ചോദിച്ചിട്ട് ഓണപരീക്ഷയ്ക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു +2 ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോകൂ എന്നുള്ളത്. ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചു വെച്ചേക്കുക, ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ പ്ലസ് ടെക്നിക്കും എന്ത് ചെയ്യുക പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അതിൽ ഓരോന്നും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പ്രിൻസിപ്പിൾ പഠിക്കുന്ന സമയത്ത് സ്കാലാർ ചെയിൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇവിടെ ടെക്നിക്സ് പഠിക്കുന്ന സമയത്ത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വരുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല മിസ്സാവില്ല എന്നുള്ളതാണ് കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ട് പറയുന്ന ഫയോളും FW ടൈലറുമായിട്ടുള്ള അവരുടെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും മാത്രം പറയുന്ന ചോദ്യങ്ങളിലെ നമുക്ക് പഠിക്കാനുള്ള 5 ചാപ്റ്റർ ആണെങ്കിൽ ഈ 5 ചാപ്റ്ററുകളും എന്താണ് വളരെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൊച്ചു ചാപ്റ്ററുകളാണ് അല്ലേ. മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ അധികം ഒന്നും പഠിക്കേണ്ട, ഒറ്റ കാര്യം മാത്രം പഠിച്ചു വെച്ചേക്കുക. 5 ഡയമെൻഷൻസ് എന്നുള്ളതാണ് കേട്ടോ. 5 ഡയമെൻഷൻസ് എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. 5 ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ് അല്ലേ. ബിസിനസ് എൻവിറോൺമെന്റിൽ പറയുന്ന 5 ഡയമെൻഷൻസ് ടെക്നിക്കല്, സോഷ്യല്, പൊളിറ്റിക്കല്, അതേപോലെ തന്നെ ലീഗൽ എന്നൊക്കെ പറയുന്ന 5 എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ ബിസിനസ് എൻവിറോൺമെന്റിൽ നിന്ന് മസ്റ്റ് ഈ ചോദ്യം ഇല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഇല്ലാണ്ട് നമ്മുടെ ചോദ്യപേപ്പർ കടന്നു പോയില്ല. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ പോയിന്റ് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സാധനം എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. 5 ഡയമെൻഷൻസ്. നാലാമത്തെ ചാപ്റ്റർ പ്ലാനിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് പഠിച്ചു വെച്ചേക്കുക സ്റ്റെപ്സ് പഠിച്ചു വെച്ചേക്കുക പ്ലാനിങ്ങിൻ്റെ. പിന്നെ ഈ ഇടയായിട്ട് കാണുന്നതാണ് ലിമിറ്റേഷൻ എന്നൊരു ചോദ്യം വരുന്നത് കേട്ടോ. ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെപ്പ് ലിമിറ്റേഷനും എന്ത് ചെയ്യുക പഠിച്ചു വെച്ചേക്കുക. അറ്റ് ലാസ്റ്റ് ഈ പറഞ്ഞ ടൈപ്സ് പഠിക്കുന്ന സമയത്ത് ടൈപ്സ് ഞാൻ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം കൊടുക്കേണ്ട ടൈപ്സിന് എന്തൊക്കെയാണ് സ്റ്റാൻഡിങ്, സിംഗിൾ യൂസ് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക. ഓരോന്നിനെ കുറിച്ചും വളരെ മൈന്യൂട്ടായിട്ട് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒന്ന് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുക മാത്രം പഠിച്ചാൽ മതി. ഈ സ്റ്റെപ്സ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളൂ. ഒരു എസ്സേക്ക് പോലും സാധ്യത ഉള്ളതാണ്. അടുത്ത ലിമിറ്റേഷൻസ് ഒരു 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യന് ലിമിറ്റേഷൻസും ഈയിടെയായിട്ട് പ്ലാനിങ്ങിൻ്റെ ചാപ്റ്ററിൽ നിന്ന് ലിമിറ്റേഷൻസ് എടുത്ത് ചോദിക്കുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്ങും എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, പ്ലാനിങ് ചാപ്റ്റർ നമുക്ക് ഈ 3 ടോപ്പിക്സ് ആണ് പറയാനുള്ളത്. ഗോയിങ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ ഈ പറഞ്ഞതുപോലെ തന്നെ ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഓർഗനൈസിങ്ങിന് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിച്ചാൽ മതി സ്റ്റെപ്സ് എന്നുള്ളത്. കൂടുതലായിട്ട് പഠിക്കേണ്ടത് ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ, ഫങ്ഷണൽ വേഴ്സസ് ഡിവിഷണൽ എന്നുള്ള ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ. ഓക്കെ,
ഈ രണ്ടിൽ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് 5th ചാപ്റ്ററിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞതുപോലെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഡെലിഗേഷൻ ആണ്. അതെന്തായാലും ചോദിക്കും. ഡെലിഗേഷനും അതിൻ്റെ എന്താണ് ഒരു 3 എലമെൻറ്റ്സ് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ 3 എലമെൻറ്റ്സ് അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി എന്ന് പറയുന്ന 3 എലമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റപ്പ് സ്റ്റെപ്സ് പിന്നെ ഒരു 4 സ്റ്റെപ്സേ ഉള്ളൂ, ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്നതാണ്. ഫംഗ്ഷണൽ എന്താണോ ഡിവിഷണൽ എന്താണെന്നോ ഇവരുടെ ഡയഗ്രാം വെച്ച് പഠിക്കാം. ഓക്കെ, ഡയഗ്രാം എന്തിനാണെന്ന് വെച്ചാൽ ഡയഗ്രാം വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 മാർക്കിന് 5 മാർക്കിനൊക്കെ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൂടി ചെയ്യാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും വരും. നമ്മുടെ യൂട്യൂബിലെ വീഡിയോ ഇട്ടാൽ നിങ്ങളത് അറിഞ്ഞോളുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അവിടെ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ലൈവ് വരുന്നുണ്ട്, ലൈവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉണ്ട്, അപ്ഡേറ്റുകളോ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ PYQ നോട്ട്സ്, കാര്യങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ, ഇനി അത് ഇവിടുത്തെ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരാ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, +2 ഫുൾ മാർക്ക് വാങ്ങണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ നമ്പർ 1 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ +2 സൂപ്പർ ബാച്ചിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളെ ഗുണങ്ങൾ ഏറെയാണ് അല്ലേ. വളരെ കുറച്ച് പൈസക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇതാണ് നമ്മുടെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് GST 4,999 റുപ്പീസാണ് നമുക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞ എല്ലാ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനോടൊപ്പം സൂം ക്ലാസ്സസ്, ഡൗട്ട് ക്ലിയറൻസ്, മെന്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൂപ്പർ ബാച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ചോദിച്ചാൽ അറിയാം, ഒരുപാട് ഫുൾ മാർക്കുകൾ വാങ്ങിയത് നമ്മുടെ സൂപ്പർ ബാച്ച് 11th മുതലേ നമ്മുടെ സൂപ്പർ ബാച്ചിലുള്ള ആൾക്കാരുണ്ട്. അതിൽ 12th എന്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാം നമ്മുടെ മെന്ററിംഗ് പ്രോഗ്രാം, നമ്മുടെ ക്ലാസ്സസും നമ്മുടെ പ്രഡിക്ഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.